ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായ ലെറ്റസ് ടോക്ക് അബൌട്ട് സ്പോർട്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് നടത്തിയ പ്രവചന മത്സരത്തിന്റെ സമ്മാന വിതരണം നടത്തി. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായ ലെറ്റസ് ടോക്ക് അബൌട്ട് സ്പോർട്സ് LTAS എന്ന വാട്സപ്പ് കൂട്ടായ്മ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് നടത്തിയ പ്രവചന മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ നിർവഹിച്ചു. ലോകകപ്പ് പിന്നിട്ടെങ്കിലും അതിൻ്റെ സന്തോഷവും സങ്കടങ്ങളുമുണ്ട്. സന്തോഷങ്ങളും സങ്കടങ്ങളുമൊക്കെ പങ്കിട്ടുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ചർച്ചകളിലൂടെ കായിക പ്രേമികളും പ്രത്യേകിച്ച് യുവതയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ സ്പോർട്സ് രംഗത്തെ ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്ന രീതിയിൽ നമ്മളിന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇനി ഇവിടെ വന്നപ്പോഴാണ് ഒരു ചെറിയ സമയം കൊണ്ട് ആരാണിത് സംഘടിപ്പിക്കുന്നത്, എങ്ങനെയാണ് എന്നെല്ലാം അന്വേഷിച്ചപ്പോഴാണ് ശ്രീകൃഷ്ണപുരത്തെ ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം കായിക പ്രേമികൾ അവരുടെ ഒരു ഒരുമിക്കലാണ്, ഒത്തുചേരലാണ്. അവർ ഒരുമിച്ച് അവരുടെ മനസ്സിലുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും സന്തോഷങ്ങളുമെല്ലാം പങ്കിടുന്ന ഒരു പുതിയ ഒരു സംരംഭമായിട്ടാണ് ഇതിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. കായിക രംഗത്ത് സംഭാവനകൾ ചെയ്യാനും അതുപോലെ തന്നെ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ വിവിധ മേഖലകളിൽ നിന്ന് പുതിയ നേതൃത്വങ്ങളും പുതിയ ആളുകളും കടന്നു വരിക എന്നതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയ ആവശ്യമാണ്, ആഗ്രഹമാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൊക്കെ സാധാരണഗതിയിൽ കായിക മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നത് പലപ്പോഴും കേരളോത്സവം പോലുള്ള സന്ദർഭങ്ങളിലാണ്. അതും വളരെ ഒരു ചുരുങ്ങിയ സന്ദർഭത്തിലാണ് കേരളോത്സവത്തിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഒരുപക്ഷെ അർഹതയുള്ള, ഒരുപക്ഷെ ഈ മേഖലയിൽ വളർത്തിക്കൊണ്ടുവരേണ്ട മുഴുവൻ കായിക താരങ്ങളെയും കായിക പ്രേമികളെയും പിന്തുണയോടുകൂടി അതിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നതുകൂടി നമ്മുടെ ദൗർബല്യമാണ്, നമ്മുടെ ഒരു പരിമിതിയായിട്ടാണ് നോക്കിക്കാണുന്നത്. എങ്കിലും മോശമല്ലാത്ത, ചെറുതല്ലാത്ത ഒരു കായിക പാരമ്പര്യം നമ്മുടെ ഈ ഗ്രാമത്തിനുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നമ്മുടെ മുമ്പേ നടന്നുപോയ അല്ലെങ്കിൽ മുൻ തലമുറയിലുള്ള കായിക അധ്യാപകരുടെ നിര നമ്മുടെ പ്രദേശത്ത് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് തന്നെയുള്ള ND ഗോപാലകൃഷ്ണൻ മാഷ് ഇപ്പോഴും അതേ ജീവിച്ചിരുത്ത് പ്രായത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും കായിക മേഖലയിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു നിത്യ വസന്തമായിരുന്നു ഗോപാലകൃഷ്ണൻ മാഷ് എന്നാണ് NEG മാഷ് എന്ന പേരിൽ. CN പ്രഭാകരൻ മാഷ് ഇതുപോലെ കായിക രംഗത്ത് വലിയ സംഭാവന ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു. MVK നായർ, അതുപോലെ തന്നെ NV കുഞ്ചുമാഷ് തുടങ്ങി ധാരാളം ആളുകൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലാലയങ്ങളിലും ഒക്കെ തന്നെ സേവനമനുഷ്ഠിച്ച പോയ മുൻകാല അധ്യാപക നേതൃത്വമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഏറ്റവും സൗകുമാര്യം എന്ന രീതിയിലോ യുവതയുടെ എല്ലാം പ്രതീക്ഷയുമായിട്ടൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സുരേഷ് ബാബു മാഷ് ഈ അടുത്ത കാലത്താണ് ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞത്. അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ കായിക മേഖലയിലെ അധ്യാപകർ ഇന്നുകൂടെ നമ്മുടെ വേദിയിലുള്ള ഗിരിരാജൻ മാഷെ പോലെ അനിൽ മാഷുണ്ട്, നമ്മുടെ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ റിട്ടയർഡ്. അങ്ങനെയുള്ള കായിക രംഗത്തുള്ള അധ്യാപക നേതൃത്വം, അതുപോലെ തന്നെ കായിക പ്രതിഭകളും അതെ. പക്ഷേ രാജ്യാന്തരത്തിലോ അല്ലെങ്കിൽ രാജ്യതലത്തിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ തന്നെ വളരെ വലിയ റെക്കോർഡിട്ട് ആളുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിമിതമാണെങ്കിൽ പോലും, അതൊക്കെ വിരലിലെണ്ണാവുന്നവരാണെങ്കിൽ പോലും കായിക മേഖലയോടെല്ലാം വലിയ താല്പര്യമെടുത്തു പോകുന്ന ഒരു പ്രദേശമായിട്ടാണ് ശ്രീകൃഷ്ണപുരത്തെ നാം നോക്കിക്കാണുന്നത്. ശ്രീകൃഷ്ണപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ TK സിലാസ് മുഖ്യാതിഥിയായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായിട്ട് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഈ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഫ്ലക്സുകളും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയായിരുന്നു. ഫൈനൽ കഴിഞ്ഞിട്ടാണെങ്കിലും ഏകദേശം ഒരാഴ്ചയോളം അതിനെ അർജന്റീനയുടെ തോൽവിയും സ്പെയിനിൻ്റെ കളിയും അതൊക്കെ തന്നെയായിരുന്നു ചർച്ച. അപ്പോൾ
ഒരു വൺ മാൻ ഷോയേക്കാളും പിന്നെ ഒരു ഒത്തൊരുമയുടെ വിജയമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ തലമുറയുടെ ഉന്നമനത്തിന് വേണ്ടി പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മ കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഇതിനോടനുബന്ധിച്ച് നടത്തിയ ഷൂട്ടൌട്ട് മത്സരം പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ശേഖരൻ എ, ശ്രീകുമാർ വി, സിനേഷ് കുമാർ കെ, വിശ്വനാഥൻ ഇ വി, ഡോക്ടർ അച്യുതൻകുട്ടി, ഡോക്ടർ ഹരിദാസ്, ഷിജു, ജിതിൻ പി പി, അശോക് കുമാർ വി ആർ, സൂരജ് എൻ കെ, ജയകൃഷ്ണൻ പി എന്നിവർ സംസാരിച്ചു.